കോഴിക്കോട് വെള്ളയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനമേറ്റു. പരിക്കേറ്റ യുവാവിനെ ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനമായ ഹ്യൂമാനിറ്റി ലൈഫ് കെയർ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിലെ പരിശീലകനെതിരെ കേസെടുത്തു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സമീർ. ഗുഡ് മോർണിംഗ് SKN. കോഴിക്കോട് വെള്ളയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഭിന്നശേഷിക്കാരൻ ക്രൂരമർദ്ദനത്തിന് ഇരയായിരിക്കുന്നു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയായിട്ടുള്ള 30-കാരന് നേരെയാണ് അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ഉണ്ടായിരിക്കുന്നത്. യുവാവിൻ്റെ മുഖത്തും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പിൻഭാഗത്തുമൊക്കെ കാര്യമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. വടി ഉപയോഗിച്ചും അതുപോലെ തന്നെ കൈ ഉപയോഗിച്ചുമൊക്കെ തല്ലിയതിൻ്റെ പാടുകളാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുടുംബ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. അവിടുത്തെ ട്രെയിനറായിട്ടുള്ള വിശ്വനാഥനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഹ്യൂമാനിറ്റി ലൈഫ് കെയർ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെൻറ്ററിലെ വിശ്വനാഥൻ എന്നുള്ള ട്രെയിനർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നത്. വെള്ളയിൽ പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ യുവാവിനെ എൻ്റെ സഹോദരിയുടെ വിവാഹമാണ് അടുത്ത ദിവസം. അതുകൊണ്ട് തന്നെ യുവാവിനെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം, വള്ളിക്കുന്നിലേക്ക് കൊണ്ടുപോകണം. അതുമായി ബന്ധപ്പെട്ട് ആ കുടുംബം ഈ ട്രെയിനിങ് സെൻറ്ററിലെ അധികൃതരുമായി സംസാരിച്ചിരുന്നു. എന്നാൽ ഇവിടുന്ന് മോഷണം നടത്തിയിരിക്കുകയാണ് യുവാവ് എന്നും അതിനാൽ തന്നെ ഇപ്പോൾ കൊണ്ടുപോകാനാകില്ല എന്നുള്ള നിലപാടുമാണ് അവർ സ്വീകരിച്ചത്. അതിനുശേഷം വീണ്ടും ഈ യുവാവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ ആദ്യം 1500 രൂപയാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. പിന്നീട് 3000 രൂപയാണ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ പല തരത്തിലുള്ള കാരണങ്ങൾ പറയുകയും ഇപ്പോൾ പണിഷ്മെന്റിലാണ്. 2 മാസത്തിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലപാടും ഇവർ ആവർത്തിച്ചു. ഇതേ തുടർന്നാണ് ബന്ധുക്കൾ ഇവിടെ എത്തിക്കൊണ്ട് യുവാവിനെ കണ്ടതും ആ വേളയിലാണ് ശരീരമാസകലം മുറിവേറ്റതിൻ്റെ പാടുകളും അതുപോലെ തന്നെ ശരീരത്തിൽ നീല കല്ലിച്ച് കിടക്കുന്ന ആ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തത്. അതെല്ലാം തന്നെ അവർ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവാവിനെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഒപ്പം തന്നെ നിയമ നടപടിയുമായിട്ട് കുടുംബം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ ട്രെയിനർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.